ഹലോ ഗൈസ്, ഈ റമദാനിലെ അവസാനത്തെ കൂട്ട് നോമ്പ് പറയാണ് ഇന്ന് നമ്മുടെ ഇവിടെ നോമ്പ് തുറക്കാൻ വിശിഷ്ടാതിഥികളായി വഹാബ്കയും ഫാമിലിയും ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ എല്ലാമാണ് വഹാബ്ക. അങ്ങനെ ആസ് യൂഷ്വൽ കുര്യന്റെ ഫ്ലാറ്റ് വെച്ച് തന്നെ പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ഫുഡും കാര്യങ്ങളും സെറ്റാക്കാൻ വേണ്ടിയിട്ട് 9 മണിക്ക് എത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കറക്റ്റ് 11 മണിയായപ്പോൾ തന്നെ അവിടെ എത്തി. സാഹിലിന്റെ ഫ്ലാറ്റ് വരെ ബസ് വരെ പോയിട്ട് അവിടെ ഞങ്ങൾ ടാക്സി വിളിച്ചാണ് കുര്യന്റെ ഫ്ലാറ്റിലെത്തി. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പല ആൾക്കാരും കയ്യിലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഓണിയെല്ലാം കുര്യൻ ചോപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്നപാട് സംസാരിച്ചിരിക്കാൻ ഞങ്ങൾ കിച്ചണിലേക്ക് കയറി. ഞങ്ങളായതുകൊണ്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ചെന്നപാടെ കിച്ചണിൽ കയറി ഓരോ പരിപാടി തുടങ്ങി. ശൈലയാണെങ്കിൽ ഓണിയൻ കാരമലൈസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഞാനും ഗ്രീഷ്മയും കൂടി ആ സമയത്ത് ബ്രെഡ് പോക്കിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം കട്ടാക്കി വെക്കുകയായിരുന്നു. അതിനിടയ്ക്ക് സഹൽ ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചിടമെന്ന പോലെ ഗെയിം കളിക്കാനും വരുന്നു. ഈ സമയം കൊണ്ടിട്ട് മെയിൻ ഷെഫ്മാരിൽ ഒരാളായി ഇമാൻ നസറും വന്നു. കുര്യനാണെങ്കിൽ ചിക്കൻ എല്ലാം കട്ടാക്കി സെറ്റാക്കിയും തന്നു. പിന്നെ അങ്ങോട്ടെല്ലാം ഷടപടയെന്നായിരുന്നു. ഞങ്ങൾ 3-4 സ്നാക്സും ഒരു മെയിൻ ഡിഷും പിന്നെ 2-3 ഷേക്കും ജ്യൂസും എല്ലാം പ്ലാൻ ആക്കിയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണമായിരുന്നു. ഇമാം വന്നപാട് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങി. ഈ പ്രാവശ്യം ഞങ്ങൾ വെറൈറ്റി പിടിച്ചു. യെസ്, ഹൈദരാബാദ് ദം ബിരിയാണി. ആ ടൈം കൊണ്ട് ഗ്രീഷ്മ ചിക്കനെ പിച്ച് കയറുന്ന ദാരുണമായ കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മുടെ മെയിൻ ഡിഷുകളിലൊന്നായ മുട്ടപ്പഫ്സിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകൾ തയ്യാറാക്കിയായിരുന്നു ഇമാൻ. അപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടി. അത് ഒറ്റമാറ്റിക്കായിരുന്നു ഇമാനും കുര്യനും നേഹയും കൂടെ. പാപം അവരെല്ലാം കുറെ നേരം കഷ്ടപ്പെടുന്നല്ലോ ഓർത്ത് വിഷമിച്ച് ഞാൻ കുറച്ചു നേരം വിദൂരതയിലേക്ക് കണ്ണുനട്ടായിരുന്നു. പിന്നെ ബോധം വന്നപ്പോഴത്തേക്ക് കുര്യൻ മുട്ട പസ്പ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ചേർന്നിട്ടുള്ള അവസാനത്തെ നോമ്പാണിത്. അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ എല്ലാവരുടെയും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ മെയിൻ ഷെഫും എത്തി മുട്ട പസ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റഫിങ്ങും തുടങ്ങി. മുട്ട പഫ്സ് സെറ്റാക്കാൻ വേണ്ടി ഗ്രീഷ്മയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹൈദരാബാദ് ദം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ദം ഇടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ചുമപ്പും പച്ചും മഞ്ഞയും എല്ലാം ചേർന്ന് നല്ല കളർഫുള്ളായി ബിരിയാണി ലെയറാക്കി ദം ചെയ്ത് അടച്ചു വെച്ചു. അടുത്തതായിട്ട് സ്റ്റേജിൽ അവന്റെ കട്ട്ലേറ്റിന്റെ കറികളെല്ലാം സാഹിലും മുത്തും കൂടി വീട്ടിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ട് വന്നു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മുട്ട പസ്പ് അടിപൊളിയായി ബേക്കായി കിട്ടി. പിന്നെ ചിക്കൻ 65ഉം കട്ട്ലേറ്റും പായസവും ആരാദ്യം റെഡിയാവുമെന്ന് പറഞ്ഞ് മത്സരിച്ച് കുക്കാവാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ നോമ്പുർക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഓരോന്നോരോന്നായി വരെ ടേബിളിന്റെ മുകളിലേക്ക് എത്താൻ തുടങ്ങി. എല്ലാം അരഞ്ചാക്കി വെച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു ഫോട്ടോ ഇതിനോടൊപ്പം ചേർക്കുന്നു. നോമ്പ് തുറക്കാൻ സമയമായപ്പോഴത്തേക്കും വഹാബ്കയും ഇത്തയും പിള്ളേരും കൂടെ വന്നു. അവരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിച്ചെല്ലാവരും സൈഡായപ്പോൾ കുറച്ചു നേരം വഹാബ്കന്റെ മക്കളുടെ കൂടെ എല്ലാവരും അപ്പോഴത്തേക്ക് ഓരോരുത്തരായി പോയി തുടങ്ങി. പിന്നെ നിങ്ങൾ കുറച്ചുപേര് മാത്രം സംസാരിച്ച് ബോറടിച്ചപ്പോഴത്തേക്കും സഹൽ പാട്ട് പാടാൻ തുടങ്ങി. സോളോ സോങ്ങായിട്ട് തുടങ്ങിയതാണെങ്കിലും പിന്നീട് സമൂഹഗാനമായി മാറി. അങ്ങനെ പാട്ടും മേളവും എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വന്നു. മറ്റൊരു ദിവസം കൂടെ അടിപൊളിയായി കഴിഞ്ഞു. അസ്സലാമ.